മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദിലെ നൂറേനോട് ചോദിക്കുന്നുണ്ട്, ബേബി ഇന്നലെ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ, ഞാൻ പക്ഷേ ഉറങ്ങിപ്പോയിന്ന്. നൂറ ആദിലേനോട് ചോദിക്കുന്നുണ്ട്, ബേബി എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ പറയാന്ന് പറയുന്നുണ്ട്. രാത്രി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വന്ന് വിളിച്ചായിരുന്നു, പക്ഷേ അപ്പോഴേക്കും ബേബി ഉറങ്ങിപ്പോയിന്ന് ആദിലെ നൂറേനോട് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഷാനവാസൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസൊക്കെയും ഞാനും ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാരാണ്, ഒരേ വേരിൻ്റെ അന്ന് ബേബിക്ക് തോന്നിയിരുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, തോന്നിയിട്ടുണ്ട് എന്ന്. ഞാനും അതേപോലെ ശൈത്യയും ഷാനവാസൊക്കെയാണ് ഇപ്പോൾ ഒരേപോലത്തെ വേരിൻ്റെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെ ഇമോഷൻസ് ഒന്നാണ്, ഞങ്ങളെല്ലാം ഈ ഇമോഷൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നടുവിൽ ഞങ്ങളെല്ലാം പെട്ടുപോയതാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും നമ്മളെ യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പുള്ളിക്കാരനും മനസ്സിലായി. പുള്ളിക്കാരനോട് ഞാനിനി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോളുടെ ഇങ്ങനത്തെ ഓരോ കാണിക്കലും കാര്യം വരുമ്പോൾ അനുമോൾ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാതെ അവളുടെ ഇഷ്ടത്തിന് നടക്കുന്നു. പുള്ളിക്കാരനും അത് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി പുള്ളീൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി നല്ലത് പറഞ്ഞു കൊടുക്കുന്നതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പുള്ളി ഇവിടെ ഒരു നല്ലൊരു മനുഷ്യനാണ്, അയാൾ ഗെയിമൊന്നും നോക്കുന്നില്ല. ഷാനവാസക്ക എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇക്ക ഇവിടെ ആരെയും വെറുപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല, മര്യാദയ്ക്ക് മാത്രമാണ് കളിക്കുന്നത്. ആ സമയത്ത് നൂർ ആദിലിനോട് പറയുന്നുണ്ട്, മസ്താനി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് റെന ഫാത്തിമയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നല്ല സപ്പോർട്ടാണ്, അതേപോലെ നമുക്കും അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ഉണ്ട്. പക്ഷേ ശൈത്യയും അനുമോളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതും കൊണ്ട് ശൈത്യയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും സപ്പോർട്ട് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മസ്താനി എന്നോട് പറഞ്ഞത്. റെന ഫാത്തിമ നൂറനോട് പറഞ്ഞെന്ന് നൂറ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദിലയ്ക്ക് കുറേ ആദിലിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞാൻ പക്ഷേ അനുവിനോട് ഇന്നലെ സംസാരിക്കാൻ പോയിട്ടൊന്നും അനു എന്നോട് സംസാരിക്കുന്നില്ല, ജാടി ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്.